പ്രധാനപ്പെട്ട ഒരു വിവരം ഇപ്പോൾ വരുന്നുണ്ട്. നടൻ വിനായകനെതിരെ കേന്ദ്ര ബാലാവകാശ കമ്മീഷനും മഹാരാഷ്ട്ര സൈബർ സെല്ലിനും കേരള DGPക്കും പരാതി നൽകി മുംബൈ മലയാളി. മകളുടെ ചിത്രം സോഷ്യൽ മീഡിയയിൽ അനുവാദം കൂടാതെ പോസ്റ്റ് ചെയ്തതിനെതിരെയാണ് പരാതി. വിനായകനെ വിമർശിക്കുന്ന സാമൂഹ്യ മാധ്യമ പോസ്റ്റ് വിനായകന് അയച്ചു കൊടുത്തതിലുള്ള പ്രതികാര നടപടിയാണ് ഉണ്ടായതെന്ന് പരാതിക്കാരൻ പറയുന്നു. അമൽ സുരേന്ദ്രനാണ് ചേരുന്നത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. അമൽ, പറയൂ, എന്തെല്ലാമാണ് ഈ പരാതിയിൽ, വിനായകനെതിരായ പരാതിയിൽ പറയുന്നത്? അസ്മിത, നിലവിൽ കേരള DGPക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ പരാതിയാണിത്. ഇതോടൊപ്പം ഈ ഒരു സംഭവങ്ങളുടെ എല്ലാം തുടക്കമെന്ന് പറയുന്നത് VSന്റെ വിയോഗത്തെ തുടർന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിരവധിയായിട്ടുള്ള അനുശോചന യോഗങ്ങളും അനുശോചനമായിട്ടുള്ള മുദ്രാവാക്യം വിളികളും എല്ലാം ഉണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായി കൊച്ചിയിൽ വെച്ച് നടന്ന ഒരു അനുശോചന പരിപാടിയിൽ പങ്കെടുത്ത് നടൻ വിനായകൻ VS മരിക്കുന്നില്ല, VS ഞങ്ങളിലൂടെ ജീവിക്കുന്നു എന്നെല്ലാം അടക്കമുള്ള മുദ്രാവാക്യങ്ങൾ വിളിക്കുന്ന ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു സംഭവത്തെ ഉമ്മൻചാണ്ടിയുടെ മരണസമയത്ത് ഉണ്ടായ വിനായകന്റെ പ്രതികരണവുമായി കൂട്ടി വായിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതുമായി ചേർത്ത് വരുത്തിക്കൊണ്ട് പലതരത്തിലുള്ള വിമർശനങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിലുണ്ടായ ഒരു പോസ്റ്റ് മുംബൈ മലയാളിയായിട്ടുള്ള ഒരാൾ വിനായകന് വ്യക്തിപരമായി വാട്സപ്പിൽ അയച്ചു കൊടുക്കുന്നു. ഇത് അയച്ചു കൊടുത്തതിന് ശേഷം പിന്നീട് രാത്രിയിൽ ഇദ്ദേഹം കാണുന്നത് അദ്ദേഹത്തിന്റെ വാട്സപ്പിൽ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ പിക്ചർ എന്ന് പറയുന്നത് മകളുടേതായിരുന്നു. പ്രായപൂർത്തിയാകാത്ത മകളുടെ പിക്ചർ ആയിരുന്നു. ഇതടക്കം വിനായകൻ സ്വന്തം ഫേസ്ബുക്ക് വാളിൽ ഷെയർ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. കുഞ്ഞുകുട്ടിയുടെ മുഖം പോലും മാസ്ക് ചെയ്യാതെയായിരുന്നു ഈ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത്. ഇതിനെ തുടർന്ന് ആ പോസ്റ്റിന് കീഴെ നിരവധിയായിട്ടുള്ള വിമർശനങ്ങൾ ഉയർന്നു. ഇത്തരത്തിലൊരു പോസ്റ്റ് വിനായകൻ ചെയ്തതിനെ തുടർന്ന് അതേ തുടർന്ന് അർദ്ധരാത്രിയോട് കൂടി വിനായകന്റെ ഭാഗത്ത് നിന്ന് ആ പോസ്റ്റ് നീക്കം ചെയ്യുന്ന സാഹചര്യം പോലും ഉണ്ടായി. പക്ഷേ ഇതിലാണ് ഇപ്പോൾ മഹാരാഷ്ട്ര സൈബർ സെല്ലിനും ദേശീയ ബാലാവകാശ കമ്മീഷനും കേരള DGPക്കും അടക്കം ഈ മുംബൈ മലയാളിയുടെ ഭാഗത്ത് നിന്ന് പരാതി പോയിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ എറണാകുളം ജില്ലാ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായിട്ടുള്ള സിജോ ജോസഫിന്റെ ഭാഗത്ത് നിന്ന് കേരള DGPക്ക് ഇപ്പോൾ തന്നെ VSന്റെ മരണത്തെ വിനായകൻ അധിക്ഷേപിച്ചു എന്ന തരത്തിലുള്ള ഒരു പരാതിയും പോയിട്ടുണ്ട്. ഇത്തരത്തിൽ പരാതികൾ പോകുമ്പോൾ, വിമർശനങ്ങൾ കനക്കുമ്പോഴും വിനായകൻ അടങ്ങുവാൻ കൂട്ടാക്കിയിട്ടില്ല. ഒന്നിനു പുറകെ മറ്റൊന്ന് എന്ന നിലയിൽ സമൂഹത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളെ അല്ലെങ്കിൽ മരണപ്പെട്ട പ്രമുഖരായിട്ടുള്ള നേതാക്കളെ എല്ലാം ഒന്നടങ്കം അധിക്ഷേപിക്കുന്ന നിലയിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റും വിനായകന്റെ ഫേസ്ബുക്ക് വാളിൽ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. ഇതിനെതിരെയും ഇപ്പോൾ വലിയൊരു സൈബർ വിമർശനം തന്നെയാണ് വിനായകൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. സ്മിത, ശരി, മകളുടെ ചിത്രം സോഷ്യൽ മീഡിയയിൽ ഉപയോഗിച്ചു എന്നതിലാണ് ഇപ്പോൾ മുംബൈ മലയാളി നടൻ വിനായകനെതിരെ പരാതി നൽകിയിട്ടുള്ളത്. അമൽ സുരേന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവച്ചത് കൊച്ചിയിൽ നിന്ന്.